പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യൻ തിരിച്ചടി ഭയന്ന് കൊടും ഭീകരൻ ഹാഫിസ് സയ്യിദിനെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ താവളത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ലാഹോറിൽ ഹാഫിസ് സയ്യിദിന്റെ വീടിനു ചുറ്റും കമാൻഡോകളെ വിന്യസിച്ചെങ്കിലും സുരക്ഷ ഭയന്നാണ് നടപടി. അതേസമയം അതിർത്തിയിൽ പ്രകോപനം തുടരുകയാണ് പാകിസ്ഥാൻ. പ്രതിഷേധങ്ങൾക്കൊടുവിൽ വാഗ അട്ടാരി അതിർത്തി വഴി പാകിസ്ഥാൻ സ്വന്തം പൗരന്മാർക്കായി ഇന്ന് വാതിൽ തുറന്നു. അതിർത്തിയിൽ യുദ്ധസമാന സാഹചര്യമാണ്. 8ാം ദിനവും നിയന്ത്രണ രേഖയ്ക്ക് സമീപം വീണ്ടും പാക് പോസ്റ്റുകളിൽ നിന്ന് വെടിവെപ്പുണ്ടായി. കുപ്വാര, ബാരാമുള്ള, പുഞ്ച്, അഖ്നൂർ സെക്ടറുകളിലാണ് വെടിവെപ്പ് ഉണ്ടായത്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. പാക് സൈനിക മേധാവി അതിർത്തി മേഖലയിലേക്ക് എത്തുകയും പാകിസ്ഥാന്റെ സൈനികാഭ്യാസം നിരീക്ഷിക്കുകയും ചെയ്തു. ഇന്ത്യൻ കടന്നുകയറ്റമുണ്ടായാൽ തിരിച്ചടിക്കുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാഹോറിനും ഇസ്ലാമാബാദിനും പിന്നാലെ കൂടുതൽ നഗരങ്ങളിൽ നോ ഫ്ലൈ സോൺ പ്രഖ്യാപിച്ചു. ഡ്രോണുകളടക്കം വെടിവെച്ചിടുമെന്ന് മുന്നറിയിപ്പ്. അതേസമയം വാഗ അതിർത്തിയിൽ കുടുങ്ങിക്കിടന്ന പൗരന്മാർക്കായി ഒടുവിൽ പാകിസ്ഥാൻ അതിർത്തി വാതിൽ തുറന്നു. യാതൊരു വിശദീകരണവും നൽകാതെയാണ് ഇന്നലെ സ്വന്തം പൗരന്മാരെ പാകിസ്ഥാൻ തടഞ്ഞത്. മടങ്ങാനുള്ള സമയം കഴിഞ്ഞിട്ടും പാക് പൗരന്മാർക്ക് തിരിച്ചുപോകാൻ ഇന്ത്യ അനുവാദം നൽകിയപ്പോഴാണ് പാകിസ്ഥാന്റെ ഈ സമീപനം. 24 ഡൽഹി.